അബുദാബിയിൽ നിന്നും 15 ദിവസത്തെ ക്രിസ്തുമസ് അവധിക്ക് എത്തിയതാണ് അഗസ്റ്റിൻ ജോസഫ്. കഴിഞ്ഞ 19-ാം തീയതി മുതൽ ആധാർ രജിസ്ട്രേഷന് വേണ്ടി കയറിയിറങ്ങുകയാണ്. ഇനി രേഖകൾ ശരിയാക്കിയിട്ടാവാം മടക്കം എന്നാണ് അഗസ്റ്റിൻ ചേട്ടന്റെ തീരുമാനം. ഇതിന്റെ ഒരു 18-ാം തീയതി 19-ാം തീയതി മുതൽ ഇതിന്റെ പുറകെ നടക്കുക. എനിക്ക് ആ 10-15 ദിവസത്തിൽ പോകാമെന്ന് വിചാരിച്ചു വന്നാൽ ഇനി എനിക്ക് 2-3 മാസം കഴിഞ്ഞ് ഇത് കഴിഞ്ഞേ പോകണമല്ലോ. കാര്യം നിയമപരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരാതെ ചിലപ്പം എയർപോർട്ടിൽ തടഞ്ഞാലും ആ നിയമങ്ങൾ വരുമോ എന്നുള്ള പേടിയുണ്ട്. കോളേജ് പ്രിൻസിപ്പാളായിരുന്ന CJ ജോസഫും നിർമ്മാണ തൊഴിലാളിയായ തോമസും ആധാർ എടുക്കാൻ നിർബന്ധിതരായി. ഈ രേഖയില്ലാത്തതിന്റെ പേരിൽ കഴിഞ്ഞ 2 ആഴ്ചയായി വീട്ടിൽ പാചകവാതക സിലിണ്ടർ എത്താത്തതാണ് കാരണം. ആലപ്പുഴയിൽ മാത്രം 22.42 ലക്ഷം പേർ ആധാറിനായി എൻറോൾ ചെയ്തു. ഇതിൽ 19 ലക്ഷത്തോളം പേർക്ക് കാർഡ് കിട്ടി. 3 ലക്ഷത്തോളം പേരുടെ ആധാർ രേഖകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഡേറ്റ മെസ്സേജ് ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ എടുക്കുന്ന ആളുകൾ 20 ഡേയ്സിനകം ഈ ഡേറ്റ അപ്ലോഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം. ഇത് അയച്ചു കൊടുക്കാൻ താമസിക്കുന്നുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. ഇനി കിട്ടാത്തവരുടേത് ഇനിയും നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ക്യാമ്പൊക്കെ നമ്മളിപ്പം അക്ഷയയെ കൂടാതെ കെൽട്രോൺ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നീ ഏജൻസികളും എൻറോൾമെന്റ് നടത്തിയിരുന്നു. എന്നാൽ അക്ഷയ ഒഴിച്ചുള്ള ഏജൻസികൾ സ്വകാര്യ കമ്പനികൾക്ക് കരാർ നൽകുകയായിരുന്നു. ഈ കമ്പനികൾ ശേഖരിച്ച വിവരങ്ങൾ യഥാസമയം അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. ഇപ്രകാരം കാർഡ് ലഭിക്കാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാമെങ്കിലും 30 മുതൽ 45 ദിവസം വരെയുള്ള കാലതാമസം ഒഴിവാക്കാനുമാവില്ല. മീഡിയ 1 ആലപ്പുഴ.